ഹായ് എവ്രി വൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സ് ആയിട്ടുള്ള സിഗ്നേച്ചറിലെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എക്സെർട്ട് ഫ്രം ദ ഡയറി ഓഫ് എ യങ് ഗേൾ ആൻഡ് ബൈ ആൻ ഫ്രാങ്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾസത്തെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിലത്തെ ചാർലി ചാപ്ലിൻ്റെ ചാപ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സത്തെ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എക്സാമിൻ്റെ ഒരു 3 ദിവസം മുൻപായിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷനിൽ വരുന്നത് ഈ ഒരു ഓഥറിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു ബുക്കിൻ്റെയൊക്കെ ജനറൽ ആയിട്ടുള്ള ഒരു സമ്മറിയാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ദ സ്റ്റോറി ഓഫ് ആൻ ഫ്രാങ്ക് ഹാസ് ഇൻസ്പയർഡ് ജനറേഷൻ ഓഫ് റീഡേഴ്സ്. ഷീ ഡിസ്ക്രൈബ് ഹെർ പേഴ്സണൽ ലൈഫ് ആൻഡ് ആൾസോ ദ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഓഫ് ഹെർ ടൈം ഇൻ എ candid and open manner, written in the background of Second World War. Her diary entries are sharp commentary on one of the cruelest atrocities committed against humanity by Hitler. The diary was originally written in Dutch. It was translated into 70 languages and more than 30 million copies were sold. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ സ്റ്റോറി പല ജനറേഷനിലുള്ള റീഡേഴ്സിനെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആൻ ഫ്രാങ്ക് അവളുടെ ഡയറിയിൽ അവളുടെ സ്വകാര്യ ജീവിതത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ പറ്റിയിട്ടും വളരെ സത്യസന്ധമായിട്ട് തുറന്ന് വിവരിക്കുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഡയറി കുറിപ്പുകൾ എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തോട് ഹിറ്റ്ലർ കാണിച്ചിട്ടുള്ള ഏറ്റവും ഹീനമായ അതിക്രമങ്ങളെ പറ്റിയിട്ട് ഈ ഒരു ഡയറിയിൽ അവൾ വിവരിക്കുന്നുണ്ട്. ഡച്ച് ഭാഷയിലാണ് ഈ ഒരു ഡയറികൾ എഴുതപ്പെട്ടിട്ടുള്ളത്. 70-ൽ പരം ഭാഷകളിലേക്ക് ഈ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ 30 ദശലക്ഷത്തിൽ പരം കോപ്പികൾ ലോകത്താകമാനം വിറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്. Anne Frank was a Jew. She was a precocious child gifted with perseverance, resilience and courage. Her strong desire was to study and become a journalist. She wrote, "I need to have beside a husband and children to devote myself to. I want to go on living after my death." This shows her maturity beyond her age. അപ്പോൾ ആൻ ഫ്രാങ്ക് ഒരു ജൂത പെൺകുട്ടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ ആൻ ഫ്രാങ്ക് ഒരു ജൂത പെൺകുട്ടിയായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് പ്രായത്തിനേക്കാൾ കവിഞ്ഞ അറിവും പക്വതയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും സ്ട്രോങ് ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവും ധൈര്യവും ഒക്കെ അവൾ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അവൾ അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, ഒരു ഭർത്താവിനും കുട്ടികൾക്കും പുറമെ എനിക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു കാര്യം കൂടി വേണം. മരണത്തിന് ശേഷവും എനിക്ക് ജീവിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു വാക്കുകൾ കാണിക്കുന്നത് അവളുടെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയാണ്. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ മരണത്തിന് ശേഷവും തന്നെ ഓർക്കുന്ന തരത്തിൽ ഈ ഒരു വേൾഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന്. Her diaries are a testimony to the persecution and genocide of Jew by Hitler. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എന്ന് പറയുന്നത് ഈ ഒരു ജൂതന്മാരെ ഹിറ്റ്ലർ ദ്രോഹിച്ചതിൻ്റെയും അതുപോലെ തന്നെ കൂട്ടക്കൊല നടത്തിയതിൻ്റെയും സാക്ഷ്യങ്ങളാണ് ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി. The entries show her conflicting moods from faith and optimism to dejection. അപ്പോൾ ഈ ഒരു ഡയറി എൻട്രീസിൽ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ചിന്താഗതികൾ മാറി മറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ അവൾക്ക് വിശ്വാസവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും ഉള്ള പോലെയാണ് അവളുടെ ഡയറീസിൽ എഴുതിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ അവൾ നിരാശയോടുള്ള ഒരു മൈൻഡുമായിട്ടാണ് അവൾ ഡയറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെല്ലാമുള്ള കാരണം എന്ന് പറയുന്നത് അവൾ ജീവിക്കുന്ന സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇവർ ജീവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കയ്യിൽ പെടാതെ, ഹിറ്റ്ലറിൻ്റെ ആളുകളുടെ കയ്യിൽ പെടാതെ ഇവർ ഒളിച്ച് താമസിക്കുന്ന സമയത്താണ് അവൾ ഈ ഡയറി എൻട്രീസ് എഴുതിയിട്ടുള്ളത്. She is open about her growing up, puberty, the crushes she had and the disillusionment with her mother. അപ്പോൾ ഈ ഒരു ഡയറി എൻട്രീസിലൂടെ ഈ ഒരു ആൻ ഫ്രാങ്ക് അവളുടെ വളർച്ചയെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവളുടെ യൗവന ആരംഭത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവൾക്ക് ഉണ്ടായിരുന്ന ക്രഷസ്, അവൾക്ക് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രേമങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവളുടെ അമ്മയിൽ അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന നിരാശയെക്കുറിച്ചൊക്കെ അവൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഈ ഒരു ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ആഫ്റ്റർ ഹെർ ഡെത്ത് ബിഫോർ ദ ഡയറി വാസ് പബ്ലിഷ്ഡ് ഹെർ ഫാദർ ട്രൈഡ് ടു ഡിലീറ്റ് പോർഷൻ ഇൻ വിച്ച് ദ ഫ്രാങ്ക്ലി ഡിസ്ക്ലോസ് തിങ് അബൌട്ട് ഹെർ സെക്ഷുവാലിറ്റി ആൻഡ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഹെർ പാരൻസ്. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ മരണശേഷമാണ് ഇവളുടെ ഈ ഒരു ഡയറി എൻട്രീസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയറി എൻട്രീസ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അവളുടെ അച്ഛൻ ഈ ഒരു ഡയറിയിൽ നിന്നും അവൾ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചു.
അപ്പോൾ അവളുടെ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവളുടെ അച്ഛനമ്മമാർ തമ്മിലുണ്ടായിരുന്ന വഴക്കുകളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുള്ള വിവരണങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഡയറിയിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചത്. She spent 2 years in dingy apartment. Her diaries talk about the trauma of confinement, her desire for freedom, and her plan for life after the attainment of freedom. However, she thinks life in such a situation is better than getting catch. വെളിച്ചം പോലും കയറാത്ത ഇടുങ്ങിയ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഇവരുടെ 2 വർഷം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടി വന്നതിലുള്ള അവളുടെ ദുഃഖവും അതുപോലെ തന്നെ നിരാശയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ ആഗ്രഹവും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവളുടെ പ്ലാനുകളൊക്കെ ഈ ഒരു ഡയറിയിൽ അവൾ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പിടിക്കപ്പെടുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഇടുങ്ങിയ മുറിയിലുള്ള ജീവിതമാണെന്നാണ് അവൾ കരുതുന്നത്. The condition of Jew in Nazi Germany was miserable. They were denied citizenship. They were subjected to organized abuse and seclusion. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിയിലെ ജൂതന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു അവരുടെ സിറ്റിസൺഷിപ്പ് പൗരാവകാശം നിഷേധിക്കപ്പെട്ടു. അവർ കൂട്ടം കൂടിയിട്ട് അവരെ ദ്രോഹിക്കുകയും അതുപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. The Frank represent the millions of Jewish victims of Holocaust. When the Frank realized that they were in danger, they fled into hideout. The door which was hidden by bookshelf and called the hideout as a secret annex in her diary. ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഈ ഒരു ഹോളോകാസ്റ്റിലുള്ള ദശലക്ഷക്കണക്കിന് ജൂതന്മാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും ഇവരുടെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ അവരൊരു ഒളിവാസ കേന്ദ്രത്തിലേക്ക് താമസം മാറ്റി. അപ്പോൾ ആ ഒരു ഒളിവാസ കേന്ദ്രത്തിൻ്റെ വാതിൽ ബുക്ക് ഷെൽഫുകൾ ഉപയോഗിച്ചിട്ട് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഒളിത്താവളത്തെ ഈ ഒരു ആൻ ഫ്രാങ്ക് വിളിച്ചത് സീക്രട്ട് അന്നെക്സേ എന്നായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സീക്രട്ട് അന്നെക്സേ എന്നുള്ള നെയിം. During the German attack of Netherlands in 1940, the family was held up in Amsterdam, where they had moved into 1933. 1940 ഈ ഒരു ജർമ്മനി നെതർലാൻഡിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഈ ഒരു ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും ആംസ്റ്റർഡാമിൽ അവിടെ പെട്ടുപോയി. അപ്പോൾ 1933 ആൻ ഫ്രാങ്കും അവളുടെ കുടുംബവും ഈ ഒരു നെതർലാൻഡിലേക്ക് ഈ ഒരു ആംസ്റ്റർഡാമിലേക്ക് താമസം മാറ്റിയിരുന്നത്. Anne's diary begins on 14 June 1942 and shows the life of the family after moving into the hideout, and after that, finally the family was catched. They were then arrested by the Gestapo on 4 August 1944 and transferred to the Auschwitz. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഈ ഒരു ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1942 ജൂൺ 14 മുതലുള്ള ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി എൻട്രീസ് ആണ്. അപ്പോൾ ഈ ഒരു ഡയറിയിൽ ഇവളുടെ ഈ ഒരു കുടുംബം ഒളിത്താവളത്തിൽ താമസമാക്കിയപ്പോഴത്തെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് ഈ ഒരു ഡയറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവസാനം അവർ പിടിക്കപ്പെട്ടു. ഈ ഒരു നാസി സീക്രട്ട് പോലീസായിട്ടുള്ള ഗസ്റ്റാപ്പോ ആണ് അവരെ അറസ്റ്റ് ചെയ്തത്. 1944 ഓഗസ്റ്റ് 4 അവരെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഔഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ഔഷ്വിറ്റ്സ് എന്ന് പറയുന്നത് 1.3 മില്യൺസ് ആളുകൾ മരിച്ചിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണത്. അപ്പോൾ ഈ ഒരു ഗസ്റ്റാപ്പോ എന്നുള്ള നെയിമും അതുപോലെ തന്നെ ഔഷ്വിറ്റ്സ് എന്നുള്ള നെയിമും ഓർത്ത് വെക്കുക. ഈ ഒരു ഗസ്റ്റാപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഔഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാം വൺ വേർഡ് ആയിട്ട്. അപ്പോൾ ഗസ്റ്റാപ്പോ എന്ന് പറഞ്ഞാൽ നാസി സീക്രട്ട് പോലീസാണ്. ഔഷ്വിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ നെയിമാണ്. 1.3 മില്യൺസ് ആളുകൾ മരിച്ചിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ നെയിമാണിത്. There Anne saw the gruesome sight of her own kin sent to the gas chambers. Anne spared and sent to the Bergen-Belsen concentration camp where she died. She died of typhus at the age of 15. ഈ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് ആൻ ഫ്രാങ്ക് ഈ ഒരു സ്വന്തം ആളുകളെ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്ന വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച അവൾ കണ്ടു. അപ്പോൾ ഈ ഒരു ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നത് അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ആൻ ഫ്രാങ്കിനെ ആ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ചിട്ട് കൊന്നില്ല. അവളെ പകരം ഒരു ബെർഗൻ ബെൽസൺ എന്ന് പറയുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ചിട്ടാണ് അവളുടെ 15ാമത്തെ വയസ്സിൽ ടൈഫോയിഡ് രോഗം വന്നിട്ട് മരിക്കുന്നത്. Her father was the only survivor. He was not aware of such a diary written by his daughter. He had to fight many legal battles to restore the authenticity of the diary, which was accused of being forged. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ആകെ സർവൈവ് ചെയ്തത് ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. കൂടാതെ ഈ ഒരു ആൻ ഫ്രാങ്ക് ഇത്തരത്തിലൊരു ഡയറി എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു അച്ഛൻ അറിയില്ലായിരുന്നു.
ഈ ഒരു ഡയറിയുടെ ആധികാരികത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒതൻറ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൻ ഫ്രാങ്ക് എഴുതിയത് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ അച്ഛന് നടത്തേണ്ടി വന്നത്. പലരും പറഞ്ഞത് ഈ ഒരു ഡയറി ഒറിജിനൽ അല്ല എന്നും വേറെ ആരോ എഴുതിയതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള ഒരു കുട്ടിയാണ് ആൻ ഫ്രാങ്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പക്വതയുള്ള എഴുത്താണ് ഇവളുടെ ഡയറികളിൽ കാണുന്നത്. അത് തന്നെയാണ് ഇവൾ എഴുതിയതല്ല, ഈ ഒരു 15 വയസ്സുള്ള അല്ലെങ്കിൽ 13, 14, 15 വയസ്സുള്ള ഒരു കുട്ടി എഴുതിയതല്ല എന്ന് മറ്റുള്ളവർ സംശയിക്കാൻ കാരണമായത്. Her diary was a red and white checkered book which she received as a gift on her 13th birthday. അപ്പോൾ ചുവപ്പും വെള്ളയും കലർന്ന കള്ളികളുള്ള ഒരു ബുക്കായിരുന്നു ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി. അപ്പോൾ ഇവളുടെ 13ാമത്തെ ബർത്ത്ഡേക്ക് സമ്മാനമായിട്ട് കിട്ടിയതായിരുന്നു ഈ ഒരു ഡയറി. The diary is addressed to the Upder Hall, a character in a book by Sissy Van Maxfield. It is a telling narrative on war, humanity and identity. It has influenced great people like John F. Kennedy, Nelson Mandela, Hillary Clinton and John Berryman. Mandela compared his own struggle against apartheid to Anne's struggle. The secret annex is now a museum. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി അഡ്രസ്സ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത് സിസി വാൻ മാക്ഫെൽറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുടെ യൂപ്ഡർ ഹോൾ എന്ന പുസ്തകത്തിലെ കഥാപാത്രത്തെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാറിനെ പറ്റി, യുദ്ധത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ടൊക്കെ വിവരിക്കുന്ന ഒരു വിവരണം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ജോൺ എഫ് കെന്നഡി, നെൽസൺ മണ്ടേല, ഹിലാരി ക്ലിൻറ്റൺ, ജോൺ ബെറിമാൻ എന്നൊക്കെ പറയുന്ന ആളുകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നെൽസൺ മണ്ടേല, നമുക്കറിയാം നെൽസൺ മണ്ടേല ഈ ഒരു വർണ്ണ വിവേചനത്തിനെതിരായിട്ട് പോരാടിയിരുന്ന, അതിനെതിരെ യുദ്ധം ചെയ്തിരുന്ന ഒരാളാണ് നെൽസൺ മണ്ടേല. അപ്പോൾ ഈ ഒരു നെൽസൺ മണ്ടേലയുടെ തൻ്റെ ഈ ഒരു സ്ട്രഗിള് അപ്പോൾ ഈ ഒരു ആനിൻ്റെ യുദ്ധവുമായിട്ട് താരതമ്യം ചെയ്തു. നെക്സ്റ്റ് പറയുന്നത് ഇവർ താമസിച്ചിരുന്ന ഈ ഒരു ആനും അവളുടെ കുടുംബവും താമസിച്ചിരുന്ന ആ ഒളിത്താവളം, സീക്രട്ട് അന്നക്സ് എന്ന് അവൾ വിളിച്ചിരുന്ന ആ ഒളിത്താവളം ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. ഇൻ നാസി ജർമ്മനി ദർ വർ മെനി ആൻറ്റി ജൂയിഷ് ഡിക്രീസ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു നാസി ജർമ്മനിയിലെ ജൂതന്മാർക്കെതിരായിട്ട് അല്ലെങ്കിൽ ജൂതന്മാർ പാലിക്കേണ്ട ഒരുപാട് നിബന്ധനകളും അതുപോലെ തന്നെ പല നിയമങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിയിലെ ഈ ഒരു ആൻറ്റി ജൂയിഷ് ഡിക്രീസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. Jews were supposed to wear a yellow star. They were banned from trams and were forbidden to drive. They had to be indoor by 8 o'clock. They were barred from theaters, cinemas and other places of entertainment. They could shop only in Jewish shops and could study only in Jewish schools. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരായിട്ടുണ്ടായിരുന്ന ആദ്യത്തെ നിയമമാണ്, ഒരു നിബന്ധനയാണ്, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജൂതന്മാരും അവരുടെ ദേഹത്ത് ഒരു മഞ്ഞ നക്ഷത്രം ധരിക്കണമായിരുന്നു. അപ്പോൾ അവർ മറ്റുള്ളവരിൽ നിന്നും വേറിട്ടറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ജൂതന്മാർക്ക് ട്രാമുകളിൽ കയറാനും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാനൊന്നും ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത, വണ്ടിയൊക്കെ പോകുന്ന പാതകൾക്കാണ് ട്രാം എന്ന് പറയുന്നത്. കൂടാതെ രാത്രി 8 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജൂതന്മാർക്കൊന്നും പുറത്തിറങ്ങാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 8 മണിക്കുള്ളിൽ തന്നെ അവർ വീടുകളിലുള്ളിലേക്ക് കയറണമായിരുന്നു. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിയിൽ ഈ ഒരു ജൂതന്മാർക്ക് ഈ ഒരു ജൂതക്കടകളിൽ നിന്ന് മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയിരുന്നുള്ളൂ. അതുപോലെ തന്നെ ജൂത സ്കൂളുകളിൽ മാത്രമേ അവരുടെ കുട്ടികളെ പഠിക്കാനും പാടുന്നുണ്ടായിരുന്നുള്ളൂ. This passage describes the dangers of being a Jew in Nazi Germany. നാസി ജർമ്മനിയിൽ ഒരു ജൂതൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ടെക്സ്റ്റിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചുരുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ ഡയറീസ് ആണ്. അപ്പോൾ നമുക്കിവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത് 2 ഡയറീസ് ആണ്. ഒന്ന് 1944 മെയ് 22-ാം തീയതി ഉള്ളതും നെക്സ്റ്റ് എന്ന് പറയുന്നത് 1944 മെയ് 25-ാം തീയതി ഉള്ള 2 ഡയറീസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. Monday, 22 May 1944. Dear Kitty, to our great horror and regret we hear that the attitude of a
of a great many people towards us Jew has changed. There is anti-Semitism now in circle that never thought of it before. This news has affected us all very deeply. The Christians blame the Jew for giving the secrets away to the German and for betraying their helpers. Many Christians suffered the terrible punishment for helping the Jews. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്ക് ഈ ഒരു ഡയറി എഴുതിയിരിക്കുന്നത് മൺഡേ 22 മെയ് 1944 അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്ക് അവളെ ഡയറീനെ വിളിച്ചിരുന്ന പേര് കിറ്റി എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ ഡിയർ കിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആൻ ഫ്രാങ്ക് തുടക്കം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡയറീനെ അവൾ അഭിസംബോധന ചെയ്യുന്നത് കിറ്റി എന്നുള്ളൊരു പേര് വിളിച്ചിട്ടാണ്. അപ്പോൾ ഈ ആൻ ഫ്രാങ്ക് പറയാണ്, ഇവരിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുള്ള ജൂതന്മാരല്ലാത്ത ആളുകൾ ഈ ഒരു ക്രിസ്ത്യൻസിന് ഈ ഒരു ജൂതന്മാരോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി, ഈ ഒരു കാഴ്ചപ്പാട് ചേഞ്ച് ആയി എന്നുള്ള കാര്യം ഇവരെ വളരെയധികം പേടിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഉൾപ്പെടുന്ന ഈ ഒരു ജൂതന്മാർക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത സർക്കിളുകളിൽ നിന്ന് പോലും, അവരൊരിക്കലും ചിന്തിക്കാത്ത സർക്കിളുകളിൽ നിന്ന് പോലും അവർക്ക് ജൂതവിരോധം അനുഭവപ്പെടുകയാണ്. ആൻറ്റിസെമിറ്റിസം, ജൂതവിരോധം ഈ ഒരു ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡീപ്പായിട്ട് തന്നെ ഇവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാസി ജർമ്മനിയിൽ ഈ ഒരു ജൂയിഷ് പീപ്പിൾസിനെ സഹായിക്കുന്ന കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മറ്റ് ക്രിസ്ത്യൻസ് ഇവരെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ഒരു ജൂയിഷ് പീപ്പിൾസ് ഈ ഒരു ജർമ്മൻകാർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണെന്നും അതുവഴി ഇവരെ സഹായിക്കുന്ന മറ്റുള്ളവരെ ഇവർ ചതിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഈ ഒരു ജൂയിഷ് പീപ്പിൾസിനെ അവർ കുറ്റപ്പെടുത്തുകയാണ്. ജൂയിഷ് പീപ്പിൾസിനെ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ പല ക്രിസ്ത്യൻസും അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. One must look at things from both sides. Would Christians behave differently in our place? The Germans have the way of making people talk. Can a person then remain silent? Why should people demand the impossible from the Jews? അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാര്യം രണ്ട് വശത്ത് നിന്ന് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സ്ഥലത്ത് ക്രിസ്ത്യാനികൾ വേറൊരു തരത്തിൽ പെരുമാറുമോ? അതുപോലെ തന്നെ ജർമ്മൻകാർക്ക് ആൾക്കാരെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കാനുള്ള പ്രത്യേക മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാൾക്ക് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ പറ്റുക? നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജൂതന്മാർ ചെയ്യണമെന്ന് എന്തിനാണ് ഈ ഒരു ജനങ്ങൾ ആവശ്യപ്പെടുന്നത്? It is rumored that the German Jews who migrated to Holland and who are now in Poland may not be allowed to return here. They once had right of asylum in Holland, but when Hitler goes, they will have to go back to Germany again. അപ്പോൾ അവിടെ ആകെ ഒരു റൂമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപവാദം, അതുപോലെ തന്നെ കിംവദന്തി എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോളണ്ടിൽ താമസിക്കുന്ന ആളുകൾ ഹോളണ്ടിലേക്ക് പണ്ട് കുടിയേറിയ ജർമ്മൻ ജൂതന്മാരെ ഈ ഒരു പോളണ്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ആ ഒരു റൂമർ. അപ്പോൾ ആൻ പറയാണ്, ഒരിക്കൽ അവർക്ക് ഹോളണ്ടിൽ അഭയം നൽകിയിരുന്നു. പക്ഷേ ഹിറ്റ്ലറിൻ്റെ ഭരണം മാറുമ്പോൾ ഹിറ്റ്ലർ മാറി വേറൊരാൾ വരുന്ന സമയത്ത് അവർക്ക് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നു. When one hears this, one wonders why we are carrying on with this long and difficult war. We always hear that we are all fighting for freedom, truth and right. It is sad that the old truth is confirmed. What one Christian does is his own responsibility, but what one Jew does is thrown back at all Jews. അപ്പോൾ ഇത്തരത്തിലുള്ള റൂമറിനെ പറ്റിയൊക്കെ ഇവർ കേൾക്കുന്ന സമയത്ത് ഇവർ വിചാരിക്കുകയാണ്, എന്തിനാണ് ഇത്ര നീണ്ടു നിൽക്കുന്ന പ്രയാസമേറിയൊരു യുദ്ധം ഇവർ നടത്തുന്നത് എന്ന്. അപ്പോൾ ഇവരെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇവർ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സത്യത്തിനും ശരിക്കും വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ പണ്ടത്തെ ഒരു സത്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് വളരെ ദുഃഖമുള്ളൊരു സംഗതിയാണ്. പിന്നീട് ആൻ പറയാണ്, ഒരു ക്രിസ്ത്യാനിയാണ് ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് ആ ഒരാളുടെ തലയിൽ മാത്രമാണ്. പക്ഷെ ഒരു ജൂതനാണ് എന്തെങ്കിലും ഒരു റോങ് ആയിട്ട് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ ജൂതന്മാരുടെയും കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. I can understand that the Dutch, who are such a good, honest, upright people, should judge us like this. We are the most oppressed, the unhappiest and the most pitiful people of the whole world.
അപ്പോൾ പിന്നീട് ആൻ പറയാണ് ഈ ഒരു ഹോൾ വേൾഡിൽ ഈ ഒരു ലോകത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും മോസ്റ്റ് ഒപ്രസ്ഡ്, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന, അതുപോലെ തന്നെ അൺഹാപ്പിയസ്റ്റ്, അസന്തുഷ്ടരായിട്ടുള്ള, അതുപോലെ തന്നെ മോസ്റ്റ് പിറ്റിഫുൾ, ഏറ്റവും കൂടുതൽ സഹതാപം അർഹിക്കുന്ന പീപ്പിൾസ് എന്ന് പറയുന്നത് ഇവരാണ്. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അതുപോലെ തന്നെ ഏറ്റവും അസന്തുഷ്ടരാവുകയും അതുപോലെ തന്നെ ഏറ്റവും സഹതാപം അർഹിക്കുന്ന ജനത എന്ന് പറയുന്നത് ഈ ഒരു ജ്യൂസാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നല്ലവരും അതുപോലെ തന്നെ സത്യസന്ധവരും അതുപോലെ തന്നെ നീതിബോധമുള്ളവരുമായ ഡച്ചുകാർ ഇവർക്ക് ഈ ഒരു ആൻ ഫ്രാങ്ക് ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു വിധി എഴുതിയതെന്ന്. I hope this hatred of the Jew will be passing things and the Dutch will show their sense of right. Anti-Semitism is unjust. അപ്പോൾ ഈ ഒരു ആൻ ഫ്രാങ്ക് ആഗ്രഹിക്കുകയാണ് ഈ ഒരു ജൂതവിരുദ്ധ വികാരം ഉടനെ തന്നെ മാറിപ്പോകുമെന്നും അതുപോലെ തന്നെ ഈ ഒരു ഡച്ചുകാർ അവരുടെ നീതിബോധം, സെൻസ് ഓഫ് റൈറ്റ് ഉടനെ തന്നെ അവർ കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റിസെമിറ്റിസം, ജൂതവിരോധം എന്ന് പറയുന്നത് അനീതിയാണ്. If this threat come true, the small number of Jews that remain in Holland will have to leave. We too will have to move on again with our little bundles and leave this beautiful country. It had offered us such a warm welcome, but now it is turning its back on us. ഈ ഒരു ഭീഷണി സത്യമായാൽ ഈ ഒരു ഹോളണ്ടിൽ ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് ജൂതന്മാരും ഇവിടെ നിന്ന് പോവേണ്ടി വരും. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഈ ഒരു ആൻ ഫ്രാങ്കും കുടുംബവും അവരുടെ കെട്ടുകളും ഭാണ്ഡവും ഒക്കെ എടുത്തിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയിൽ നിന്നും എങ്ങോട്ടെങ്കിലും പോവേണ്ടി വരും. അപ്പോൾ ഇവരിവിടെ വന്നിരുന്ന സമയത്ത്, ഇവിടെ ഈ ഒരു നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവർക്കൊരു വാം വെൽക്കം, നല്ലൊരു സ്വാഗതമാണ് ഇവർക്ക് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവിടുത്തെ ആളുകൾ ഇവർക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. I love Holland, I who having no native country and hope. അപ്പോൾ ഈ ഒരു ആൻ പറയാണ് ഇവിടെ ഒരു ഹോളണ്ടിനെ വളരെയധികം സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഒരു നേറ്റീവ് കൺട്രി ഇല്ലാത്ത, സ്വന്തമായിട്ട് ജന്മദേശമില്ലാത്ത ഇവൾക്ക് ഒരു ആശയുണ്ടായിരുന്നു. ഈ ഒരു ഹോളണ്ട് ഇവളുടെ ഒരു ഫാദർലാൻഡ് ആവുന്നു, പിതൃരാജ്യമാവും എന്നുള്ളൊരു ആഗ്രഹം ഇവൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവൾ പറയാണ് ഇപ്പോഴും ഇവൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡയറീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ഡയറിയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ഡയറിയാണ്. Thursday, 25th May 1944. There is something fresh every day. This morning our vegetable man was picked up for having 2 Jews in his house. It is a great blow to us. It is terrible for the man himself. അപ്പം നമുക്ക് ഇനി പഠിക്കാനുള്ള സെക്കൻഡ് ഡയറി 25th May 1944 അപ്പോൾ ആൻ പറയാണ് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു പുതിയ ന്യൂസ് ഉണ്ടാവും. ഇന്ന് രാവിലെ അവരുടെ പുതിയ ന്യൂസ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1944 25th May 1944 മെയ് 25 അവരുടെ പുതിയ ന്യൂസ് എന്ന് പറയുന്നത് അവർക്ക് പച്ചക്കറി തരുന്ന ആളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. അപ്പോൾ അയാൾ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് 2 ജൂതന്മാരെ അയാളെ വീട്ടിൽ താമസിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആൻ പറയാണ് ഈ ഒരു ആൻ ഫ്രാങ്കിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് അത് അവർക്ക് വലിയൊരു അടിയാണെന്ന്. കാരണം ഇവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും മറ്റും എത്തിച്ചു കൊടുക്കുന്നത് ഈ ഒരു ആളാണ്, ഈ ഒരു പച്ചക്കറിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയാൽ ഇവർ രഹസ്യമായിട്ട് ഒളിച്ച് താമസിക്കല്ലേ, അപ്പോൾ ഇയാളാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും മറ്റും. അപ്പോൾ ഇയാളെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും എത്തിച്ചു നൽകാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഇവർക്ക് വലിയൊരു അടിയാണെന്ന്. അപ്പോൾ പിന്നെ പറയാണ് ഇറ്റ് ഈസ് ടെറിബിൾ ഫോർ ദ മാൻ ഹിംസെൽഫ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പിടിക്കപ്പെട്ടത്, ഇയാളെ ഈ ഒരു പോലീസ് കൊണ്ടുപോയതെന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. കാരണം ഈ ഒരു നാസി പോലീസിൻ്റെ നിബന്ധനകൾക്ക് എതിരായിട്ടാണ് ഇയാളുടെ വീട്ടിൽ 2 ജൂതന്മാരെ പാർപ്പിച്ചത്. അപ്പോൾ അതിന് ഇയാൾ നേരിടേണ്ടി വരുന്ന ശിക്ഷയും മറ്റും അതികഠിനമായിരിക്കും. അതുകൊണ്ടാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് വളരെയധികം പ്രയാസമേറിയതായിരിക്കും എന്ന് പറയുന്നത്. The world has turned topsy-turvy. Respectable peoples are being sent off to concentration camp, prison and lonely cells. The drugs that remain governs the young and old, the rich and the poor. One person walk into the trap through the black market, a second through helping the Jew or other people who have to go the underground. Anyone who is not a member of NSB does not know what may happen to him next.
അപ്പോൾ ഇവിടെ ആൻ ഫ്രാങ്ക് പറയാണ് ദ വേൾഡ് ഹാസ് ടേൺ ടോപ്സി ടർവി. ടോപ്സി ടർവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല തിരിഞ്ഞു പോവുക. അപ്പോൾ ഈ ഒരു ലോകം മൊത്തം തല തിരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഈ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പീപ്പിൾസിനെ കോൺസെൻട്രേഷൻ ക്യാമ്പിക്കും അതുപോലെ തന്നെ ജയിലുകളിലേക്കും അതുപോലെ തന്നെ ഏകാന്ത തടവുകളിലേക്കും ഒക്കെ പറഞ്ഞു വിടുകയാണ്. ബാക്കി വരുന്ന ഈ ഒരു ഒന്നിനും കൊള്ളാത്ത ആളുകളാണ് ഈ ഒരു ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ വയസ്സായവരെയും പണക്കാരെയും പാവങ്ങളെയും ഒക്കെ ഭരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആൻ പറയുകയാണ് 1 person വാക്കിംഗ് ടു ദ ട്രാപ്പ് ത്രൂ ദ ബ്ലാക്ക് മാർക്കറ്റ്. അപ്പോൾ ഒരാൾ ഈ ഒരു കരിഞ്ചന്തയുടെ ബ്ലാക്ക് മാർക്കറ്റിൻ്റെ ട്രാപ്പിൽ പെട്ടിട്ട് ഈ ഒരു ജയിലിലേക്ക് പോകുന്നു. സെക്കൻഡ് ത്രൂ ദ ഹെൽപ്പിംഗ് ദ ജൂ ഓർ അതർ പീപ്പിൾ ഹു ഹാവ് ടു ഗോ അണ്ടർഗ്രൗണ്ട്. രണ്ടാമത്തെ ആൾ ഈ ഒരു ജ്യൂസിനെ ഹെൽപ്പ് ചെയ്തിട്ടോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു അധോലോകത്തിൽ മറ്റാരെങ്കിലും സഹായിച്ചത് കൊണ്ടോ അകത്തു പോകുന്നു. Anyone who is not a member of NSB does not know what may happen to him next. ഇവിടെ പറയുന്നത് NSBയുടെ അംഗമല്ലാത്ത ആർക്കും അറിയില്ല അടുത്ത നിമിഷം എന്താണ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഈ ഒരു NSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നാഷണൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ നെതർലാൻഡ് ആണ്. അപ്പോൾ ഈ ഒരു നെതർലാൻഡിലെ നാഷണൽ സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഈ ഒരു NSB. ഈ NSB എന്ന് വരുന്നത് ഈ ഒരു ഡച്ച് ഭാഷയിലാണ് NSB എന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു NSBയുടെ ഫുൾ ഫോം ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നത് ദ മാൻ ഈസ് എ ഗ്രേറ്റ് ലോസ് ടു അസ് ആൾസോ. ദ ഗേൾസ് കാൺ ആൻഡ് ആർ നോട്ട് അലൗഡ് ടു ബ്രിങ് അലോങ് അവർ ഷെയർ ഓഫ് പൊട്ടറ്റോസ്. So the only thing is to eat less. I will tell you how we shall do that. It is not going to make things any pleasanter. Mummy say we shall cut our breakfast altogether. Have porridge and bread for lunch, and for supper fried potatoes and possibly once or twice per week vegetable or lettuce. Nothing more. We are going to be hungry, but anything is better than being discovered. അപ്പോൾ ഈ ഒരു പച്ചക്കറിക്കാരൻ പോയത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു പച്ചക്കറിക്കാരനെ പിടിക്കപ്പെട്ടത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഈ ഒരു പച്ചക്കറിയും മറ്റും സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നത് ഇയാളാണ്. അപ്പോൾ ആൻ പറയാണ് ഈ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും മറ്റും കൊണ്ടുവരിക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ അതിന് ഈ ഒരു സ്ഥലത്ത് അനുവാദവും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ കുറവ് വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇവരുടെ അമ്മ ഈ ഒരു ആനിൻ്റെ അമ്മ ഇവരോട് പറയുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക, എന്നിട്ട് ഈ ലഞ്ചിന് പോറിഡ്ജും അതുപോലെ തന്നെ ബ്രെഡും കഴിക്കാനും രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് വറുത്തതും അതുപോലെ തന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യമോ മറ്റോ കിട്ടുകയാണെങ്കിൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ ലെറ്റ്യൂസോ ഒക്കെ കഴിക്കാം എന്നാണ് പറയുന്നത്. പിന്നീട് അവൻ പറയാണ് വി ആർ ഗോയിങ് ടു ബി ഹംഗ്രി ബട്ട് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ബീയിങ് ഡിസ്കവേർഡ്. ഇത്തരത്തിൽ ഭക്ഷണം കുറയ്ക്കുകയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വിശക്കുന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു കണ്ടുപിടിക്കപ്പെടുന്നതിനേക്കാളും നല്ലത് ഇതാണെന്നാണ് ആൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതൊന്ന് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാപ്റ്റർ എന്തായാലും നോക്കുക. അപ്പോൾ ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ 3 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ വീഡിയോസ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു റിവിഷൻ വീഡിയോ ആയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു 3 ചാപ്റ്റേഴ്സിൻ്റെ കൂടി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. കൂടാതെ വൈകാതെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു സിഗ്നേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതാണ്, SC കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്റർ ഏതാണ്, അതുപോലെ തന്നെ നമുക്ക് ഏത് ചാപ്റ്ററാണ് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുക. അപ്പോൾ എല്ലാതും ചിലപ്പോൾ എല്ലാവരെയും കൊണ്ടും പഠിക്കാൻ സാധിച്ചൊന്നും വരില്ല. ഇപ്പോൾ ഒരു ബിലോ ആവറേജ് ഒക്കെ നിൽക്കുന്ന സ്റ്റുഡൻസ് എല്ലാ ചാപ്റ്റേഴ്സൊന്നും കവർ ചെയ്യേണ്ടാവില്ല. അപ്പോൾ അവർക്ക് മാക്സിമം മാർക്ക് കിട്ടാൻ ഏത് ചാപ്റ്റേഴ്സൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിട്ടൊരു വീഡിയോ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.